കേരളത്തിലെ മുഴുവൻ സ്വകാര്യ ബസ്സുകളും ജൂലൈ 22 മുതൽ അനിശ്ചിതകാലത്തേക്ക് സർവീസ് നിർത്തിവെക്കുന്നു. ഒരു പത്രസമ്മേളനം വിളിക്കേണ്ട ഒരു സാഹചര്യം വന്നത് നമ്മുടെ നിവർത്തികേട് കൊണ്ടാണ്. ഈ പ്രസ്ഥാനം ഓരോ ദിനം പ്രതി കൂപ്പുകുത്തി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമായി വന്നിരിക്കുകയാണ്. 40,000-ൽ പുറത്ത് ബസ് ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇന്ന് 7,000-നകത്തുള്ള ബസ് സർവീസാണ് നടത്തുന്നത്. അത്രയ്ക്ക് ഗതികെട്ടാണ് പോകുന്നത്. അതേസമയം അതിന്റെ ഉദാഹരണം നമുക്ക് എടുത്തു നോക്കുമ്പോൾ തന്നെ അറിയാം. KSRTC ഓരോ മാസവും കോടിക്കണക്കിന് രൂപയാണ് KSRTCക്ക് ഗവൺമെന്റ് കൊടുക്കുന്നത്. അതെല്ലാവർക്കും അറിയാം, മാധ്യമങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത്ര കോടി കൊടുത്തെന്ന് ഒരു ഉളുപ്പുമില്ല. പക്ഷേ നമുക്ക് ഏത് രീതിയിലും നമ്മളെ സഹായിക്കാൻ ഒരു ഗവൺമെന്റ് സഹായങ്ങളില്ല എന്ന് തന്നെ പറയാം. കാര്യം നമ്മുടെ വണ്ടിക്ക് ഇപ്പൊ ഏത് നിയമങ്ങൾ വന്നിരുന്നാൽ തന്നെയും ഇപ്പൊ തന്നെ ക്യാമറയുടെ കാര്യം വന്ന 3 ക്യാമറയാണ് വെച്ചിരിക്കുന്നത്. അത് നല്ലത് തന്നെയാണ്. കാര്യം ഫ്രണ്ടിലോട്ടൊന്ന്, അകത്തൊന്ന്, ബാക്കിലൊന്ന്. നമുക്ക് മറ്റത് ഏതെങ്കിലും ഒരു ആക്സിഡന്റ് നടന്നു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം പിടിക്കുന്ന വലിയ വണ്ടിയുടെ തോളിലങ്ങ് വയ്ക്കും. അപ്പൊ അവരെ ഡ്രൈവർ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുക. ഏതെങ്കിലും ഒരു ആക്സിഡന്റ് നടന്ന ഒരാളിന് ഒരു കാലോ പൊട്ടൽ വന്നു കഴിഞ്ഞാൽ ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുകയാണ്. അവസാനമായി ഇപ്പം നമുക്കിത് ജോലിക്കാരെ കിട്ടാത്ത ഒരു സാഹചര്യം വന്നു. അപ്പോൾ ഈ ഗവൺമെന്റ് ഈ ക്യാമറ വെച്ചതിൽ ഞങ്ങൾക്ക് അങ്ങേയറ്റം സന്തുഷ്ടരാണ് ഞങ്ങൾ. കാരണം ഈ ഏത് കാരണത്താലാണ് വാഹനത്തിൽ വന്ന് ഇടിക്കുന്നു, തട്ടുന്നു എന്നുള്ളത് നമുക്ക് അവരെ തെളിയിക്കാൻ പറ്റുന്നു. ആ ഒരു കാരണം കൊണ്ട് നമുക്കിപ്പോൾ കേസ് എടുക്കുന്നത് വളരെ കുറച്ചാണ്. മറ്റത് ഈ KSRTC ആളിനെ ഇടിച്ചു പോന്നാൽ പോലും അവൻ്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തില്ല. നമ്മളെ ജോലിക്കാരുടെ ലൈസൻസ് 3 മാസം തൊട്ട് 1 വർഷം 2 വർഷമൊക്കെയാണ് സസ്പെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത്രയും വളരെ ബുദ്ധിമുട്ടി നമുക്ക് ഇത് നടത്താൻ പറ്റാത്തൊരു കണ്ടീഷനിൽ വന്നപ്പോൾ ഈ ക്യാമറ സംവിധാനം വന്നാൽ അത് വളരെ ഉപയോഗമുള്ളൊരു കാര്യമാണ്. അത് കഴിഞ്ഞ ഉടനെ പിന്നെ അടുത്ത ഗവൺമെന്റ് മിനിസ്റ്റർ മാറി വന്നപ്പോൾ അത് 6 ക്യാമറ വെക്കണമെന്നായി. ഡ്രൈവർ ഉറങ്ങുന്നുണ്ടോ എന്നുള്ളൊരു ക്യാമറ വന്നു. യഥാർത്ഥത്തിൽ പ്രൈവറ്റ് ബസ്സിൽ ഈ നമ്മുടെ ഈ പ്രാന്തപ്രദേശങ്ങളിൽ നടത്തുന്ന സർവീസുകളൊന്നും 10 മണിക്ക് ശേഷം അല്ലെങ്കിൽ 9 മണിക്ക് ശേഷം നമ്മുടെ സർവീസുകളൊന്നും നടത്തുന്നില്ല. ഈ വെളുപ്പാങ്കാലത്ത് രാത്രി നൈറ്റ് സർവീസ് നടത്തുന്ന വണ്ടികളിൽ വെച്ചെന്ന് പറഞ്ഞാൽ അത് ആവശ്യമാണ്. അപ്പോൾ പ്രൈവറ്റ് ബസ്സിനെ സംബന്ധിച്ച് അതിന്റെ ആവശ്യമില്ല. ആ 6 ക്യാമറയ്ക്ക് 3 ക്യാമറയ്ക്ക് കൂടെ നമ്മളിപ്പോൾ സ്റ്റേ വാങ്ങിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് അതിപ്പോൾ നിലനിന്ന് പോകണം. 3 എണ്ണം ആവശ്യമായിട്ട് വരുന്നത്, അത് നമ്മൾ വയ്ക്കുന്നുണ്ട്. അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങൾ, സ്പീഡ് ഗവർണർ ആയിരുന്നാലും GPS-ന്റെ കാര്യമായിരുന്നാലും എല്ലാം പ്രൈവറ്റ് ബസ്സിനെ സംബന്ധിച്ച് എല്ലാം ഞങ്ങൾ സഹിക്കണം. KSRTCക്ക് അതിൻ്റെ ഒരു ആവശ്യമില്ല. അപ്പോൾ നമ്മൾ വണ്ടി CF-ന് കൊണ്ട് ചെന്നാൽ തന്നെ നമ്മൾ ഇതെല്ലാം കറക്റ്റ് ചെയ്ത് ഓരോ വർഷവും ഈ കമ്പനികൾ പോലും ഇല്ല. ഇന്ന് വാങ്ങിച്ചു വയ്ക്കുന്ന ഒരു സ്പീഡ് ഗവർണർ മേടിച്ച് വയ്ക്കുന്ന കമ്പനി അടുത്ത വർഷം നോക്കുമ്പോൾ അവരില്ല. ഈ സാധനം കിട്ടാനുമില്ല. അപ്പോൾ നമ്മൾ ഗതികെട്ട് ഏതെങ്കിലും പോയി നമ്മൾ വാങ്ങിച്ചു വയ്ക്കും. അടുത്ത വർഷം ആകുമ്പോൾ അവർ കാണത്തില്ല. പിന്നെ നമ്മൾ 18,000 20,000 രൂപ കൊടുത്ത് പുതിയത് വാങ്ങിച്ചു വയ്ക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഗതികേട് നമുക്കുണ്ട്. പക്ഷേ KSRTCക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അവർക്ക് എങ്ങനെ വേണോ അവർക്ക് ടെസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ബുദ്ധിമുട്ട് വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ അതുപോലെ തന്നെ തൊഴിലാളികൾക്ക് ഒന്നാമത് തന്നെ നമുക്ക് തൊഴിലാളി കിട്ടാനില്ലായിരിക്കുന്നു. പിന്നെ ഈ PCC സമ്പ്രദായം, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് മേടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് 800 രൂപ നമ്മൾ അടയ്ക്കേണ്ടി വരുന്നു. അത് 6 മാസത്തിലൊരിക്കൽ വാങ്ങിക്കണം എന്നുള്ള രീതിയിലാണ് കണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് വളരെ ബുദ്ധിമുട്ടാണ്. നമുക്ക് ജോലിക്കാരെ കിട്ടാൻ പറ്റുന്ന 3 പേർക്ക്, ഡ്രൈവർ, കണ്ടക്ടർ, ക്ലീനറും 3 പേർക്കും വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. അതേപോലെ തന്നെ നമ്മളെ ഈ ചെല്ലാൻ വഴിയുള്ള അന്യായമായിട്ട് പിഴ ചുമത്തുന്ന കാര്യം. അപ്പൊ ഈ പിഴ ചുമത്തുന്ന വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഈ ചെല്ലാൻ വഴിയുള്ളത്. പിന്നെ നമുക്കുള്ള ഈ വിദ്യാർത്ഥികളുടെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ 14 വർഷമായിട്ട് 2 കമ്മീഷനെ വെച്ച്, ഈ 14 വർഷത്തിനിടയിൽ 2 കമ്മീഷനെ വെച്ചിട്ടുണ്ട് ഗവൺമെന്റ്. 2 കമ്മീഷൻ റിപ്പോർട്ടും ഇതുവരെ വെളിയിൽ ഇറക്കിയിട്ടില്ല. അതിലൊക്കെ പറഞ്ഞതിനെ കാലോചിതമായിട്ടുള്ള വിദ്യാർത്ഥികളുടെ നിരക്ക് കൂട്ടണം എന്നുള്ളതാണ്. ഒരു ഭിക്ഷക്കാർക്ക് തന്നെ 1 രൂപ നമ്മൾ എടുത്തു കൊടുത്താൽ അവർ വാങ്ങിക്കത്തില്ല. 10 രൂപ കൊടുക്കാതെ ഒരാൾ എടുത്തു കൊടുത്താൽ അവൻ എറിഞ്ഞിട്ട് പോകും. അപ്പോൾ ആ സ്ഥലത്ത് നമ്മൾ വിദ്യാർത്ഥികളുടെ കൺസെപ്ഷൻ നിരക്ക് നമ്മളെ ഈ ഭാഗത്ത് നമുക്ക് വളരെ പ്രശ്നമില്ലാതെ തന്നെയാണ് പോകുന്നത്, ഇല്ലെന്ന് പറയുന്നില്ല.
പിന്നെ നമ്മളെ വടക്കോട്ടൊക്കെ എന്ന് പറഞ്ഞാൽ ദീർഘദൂര സർവീസും 140 കിലോമീറ്റർ മേളിലോട്ടുള്ള ഒരുപാട്, അതെല്ലാം നൈറ്റ് സർവീസും ഒരുപാട് വണ്ടികൾ ഉണ്ടായിരുന്നു. അതെല്ലാത്തിൻ്റെയും എന്നാ KSRTC ഓടുന്നുണ്ടോ? KSRTC ഓടുന്നുമില്ല. ഒരു രീതിയിലും അവർ ഓടത്തുമില്ല, മറ്റുള്ള പ്രൈവറ്റിനെ ഓടാൻ സമ്മതിക്കത്തുമില്ല. ആ രീതിയിലുള്ള രീതിയാണ് പോകുന്നത്. ബസ് ജീവനക്കാർക്ക് PCC നിർബന്ധമാക്കിയ കരിനിയമം പിൻവലിക്കുക, ഈ ചെല്ലാൻ വഴിയുള്ള അന്യായ പിഴ ചുമത്തൽ അവസാനിപ്പിക്കുക, അശാസ്ത്രീയമായ ക്യാമറ സംവിധാനം മാറ്റുക, ലിമിറ്റഡ് സ്റ്റോപ്പ് ദീർഘദൂര ബസ്സുകളുടെ പെർമിറ്റുകൾ അതേപടി പുതുക്കി നൽകുക, 14 വർഷമായി ആവശ്യപ്പെട്ടു വരുന്ന വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് പരിഷ്കരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അനിശ്ചിതകാലത്തേക്ക് സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തിവെക്കുന്നത്. തിരുവനന്തപുരം ജില്ലാ സംയുക്ത സമരസമിതി നേതാക്കളായ B. ജയറാം, KM സലിം, ഷാജി C, ജയൻ R, ഷാൻ മഠത്തിൽ, ഷാനവാസ് തുടങ്ങിയവർ ആറ്റിങ്ങലിൽ നടത്തിയ മാധ്യമ സമ്മേളനത്തിലാണ് വിവരങ്ങൾ പങ്കുവച്ചത്. തലസ്ഥാന വാർത്തകൾ, ആറ്റിങ്ങൽ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അന്താരാഷ്ട്ര നിലവാരത്തോടും അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങളോടും കലാകായിക പരിശീലനവും ലക്ഷ്യമിട്ട് ISO അംഗീകാരത്തോടെ വർക്കല പാലച്ചിറയിൽ കിഡ്സ് പാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് സ്കൂൾ പ്രവർത്തിക്കുന്നു. സദാ CCTV ക്യാമറ നിരീക്ഷണമുള്ളതുമായ കമ്പ്യൂട്ടറൈസ്ഡ് ഹൈടെക് ക്ലാസ് മുറികൾ, വളരുന്ന തലമുറയുടെ ആരോഗ്യത്തെ മുൻനിർത്തി മെച്ചപ്പെട്ട യോഗ ക്ലാസുകൾ, പഠനത്തിനും വിനോദത്തിനും പര്യാപ്തമായ കളിസ്ഥലങ്ങളും ഉദ്യാനങ്ങളും, കുട്ടികൾക്കുള്ള മെഡിക്കൽ ചെക്കപ്പ് സൗജന്യമായി നൽകുന്നതും കിഡ്സ് പാലസിന്റെ മാത്രം പ്രത്യേകതയാണ്. UK developed curriculum based on London standards.